ഹലോ ഗൈസ്, ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ കണ്ണൂരേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. നമ്മളെ ഷാദിൻ്റെ നിക്കാഹാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പാൻറ്റ് ഓൾട്ടർ ചെയ്യാനും എൻ്റെ ഒന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഫോർട്ട്ലൈറ്റേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. പാൻറ്റ് ഓൾട്ടർ ചെയ്യാൻ റോയലിൽ കൊടുത്തതിന് ശേഷം എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീ പോയ്സിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇവർ ആദ്യം ഇതിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്, വിസ്കേസ് എന്ന് പറഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ താഴേക്ക് ഡീ പോയ്സ് എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിവിടെ കയറുന്നത്. ആദ്യം വിസ്കേസിലൊക്കെ കയറാറുണ്ടായിരുന്നു. അടിപൊളി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരുന്ന ശേഷം എന്നെ അവർ കട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇയാളാണ് കേട്ടോ. ഇയാളെ പേര് നദീർ എന്നാണ്. നല്ല കട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇയാളെ കട്ടിങ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഹെയർ കട്ടിങ്ങിനും അതുപോലെ തന്നെ ഗ്രൂമിനെ ബ്യൂട്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഫോർട്ട് ലൈറ്റിലെ ഡീ പോയ്സ് എന്ന് പറഞ്ഞ ഈ ഷോപ്പിലേക്ക് വന്നേട്ടാ. ഇവർ അടിപൊളിയാക്കി സെറ്റാക്കി തരാം. അയ്യോ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നത് ഇന്നത്തെ കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാൻ കേട്ടോ. പറഞ്ഞ് ഷോപ്പിൻ്റെ പരസ്യം പോലെ അങ്ങ് നീണ്ടു പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ലുക്ക് കേട്ടോ. ഹെയർ കട്ടിങ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മുടി ഒഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് നമ്മൾ മുനീശ്വരൻ കോവിലേക്കാണ് കേട്ടോ. മുനീശ്വരൻ കോവിൽ ഷാദിക്ക് കുറച്ച് പൂ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പൂ മേടിക്കാൻ വന്നിട്ടുള്ളത്. അങ്ങനെ പൂ മേടിച്ച് നേരെ ജുമായക്കും പോയി ഡ്രസ്സും മാറ്റിയിട്ടുള്ള എൻ്റെ പട്ടി ഷോ ആണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഡ്രസ് കോഡൊക്കെ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഷവർമ്മൻ്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അസറിന് ശേഷം നിക്കാഹിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഷവർമ്മയും കോഫിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടി ഇവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിത്തേക്കുള്ള അൽസിയും അതുപോലെ തന്നെ ചിക്കൻ കറിൻ്റെ ഒക്കെ മസാല ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറുമക്കറി ഒക്കെ ഇവിടെ സെറ്റാക്കി അവർ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബേക്കുന്ന ഒരാൾ തട്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നത്, മോനെ ഇനി നീ ഇതൊക്കെ എടുക്കാൻ നിന്നാൽ നിൽക്കാതെ ലേറ്റ് ആയതുകൊണ്ട് നീ ഉസ്താദിനെ കൂട്ടിയിട്ട് വന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കാഴ്ചപ്പള്ളിയിൽ കത്തീവിനെ നമ്മൾ കൂട്ടാൻ വേണ്ടി പോയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഉസ്താദിനെ കൂട്ടിയിട്ട് നേരെ പള്ളിയിലേക്ക് വന്ന് പള്ളിയിലേക്ക് വന്നേക്കുമ്പോൾ ഒരു രക്ഷയില്ല, അത്രയും ജനങ്ങൾ കേട്ടോ. പള്ളി ഫുള്ളും ആൾ, താഴെ ഫുള്ളും ആൾ. അതുകൊണ്ട് നമ്മൾ മേലെ നിന്നാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ നിക്കാഹ് ഭയങ്കര തിരക്കിൽ തന്നെ നിക്കാഹ് ഇട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷം റോഡ് മുലൊന്നും ഇറങ്ങാൻ പറ്റാത്ത ക്രൗഡും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ എന്തായാലും അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് നിക്കാഹ് അങ്ങ് കഴിഞ്ഞ കേട്ടോ. ഇനി നമ്മൾ പെണ്ണിൻ്റെ ആൾക്കാരുടെ പരിപാടിയാണ്. അങ്ങനെ ഷാദിൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്ത ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളതിന് ഫുഡിലോട്ടേക്ക് പോവാം. ഇത് നല്ല അടിപൊളി അയക്കൂറ ബിരിയാണി ഉണ്ട്. നോക്കിയാൽ അയക്കൂറൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ ബീഫ് ബിരിയാണി എല്ലാം ഇവിടെ സെറ്റായി അടിപൊളിയായിട്ടുണ്ട്. ബിരിയാണിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തിന്നാൻ വേണ്ടി തോന്നുന്നു. അതുപോലെ അൽസ നോക്കിയാൽ അൽസിൻ്റെ മുകളിൽ നെയ്യൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ എന്തൊക്കെയോ മസാലയൊക്കെ ഇറക്കി ഇങ്ങനെ വെച്ചിട്ട് കാണുമ്പോൾ എനിക്ക് കൊതിയാണ്. ചിക്കൻ കറി കണ്ട ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ കുറുമ, നേരത്തെ കാണിച്ച കുറുമ, നമ്മളെ നൗഷാദ് കിടന്ന് ഇങ്ങനെ ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ നൗഷാദ്ക്കാണ്, മുണ്ടേരി നൗഷാദ്ക്ക. അപ്പോൾ ഇതുപോലെ അടിപൊളി ഫുഡും കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ മൂപ്പറൊന്ന് കോൺടാക്ട് ചെയ്തോ. ഇയാളാണ് കേട്ടോ അയാൾ. അപ്പോൾ ഇയാൾ ഒടുക്കത്തെ ഫുഡായിട്ട് വെക്കും കേട്ടോ. എല്ലായിടത്തും ഗംഭീര ഫുഡാണ് ഇയാൾ. അപ്പോൾ പിള്ളേർ ചിക്കനൊക്കെ തിന്നിട്ട് അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് പ്യാപ്പിളിനെ കാത്തിക്കില്ലെന്ന്. അങ്ങനെ പ്യാപ്പിളിനെ കാത്തുനിന്ന് ഏകദേശം 9 മണിയായേ. 9 മണിയായതിനു ശേഷം പ്യാപ്പിള മെല്ലെ വരുന്നത്. അങ്ങനെ ഞാൻ കൈയൊക്കെ കൊടുത്ത് പ്യാപ്പിളിനാടെ ഇരുത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയാണ്. ഫുഡിൻ്റെ പരിപാടി അതിഗംഭീരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഉള്ളിൽ പെണ്ണിനെ ചമയിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം നല്ല അടിപൊളി പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പരിപാടി ഗംഭീരമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡും ഗ്രൂമേ. അപ്പോൾ ഇവരെ നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത